വളരെ വികാരനിർഭരമായിട്ടാണ് ജയിലിലുണ്ടായിരുന്ന 2 കന്യാസ്ത്രീകളും ഞങ്ങളോട് സംസാരിച്ചത്. അവരെ സ്ത്രീയായി പോലും പരിഗണിക്കുന്നില്ല, കന്യാസ്ത്രീയുടെ ഒരു പരിഗണനയും നൽകുന്നില്ല. തിരുവസ്ത്രം ധരിച്ച് ജയിലിനകത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കും വളരെ വല്ലാത്ത വിഷമം തോന്നി. അവർക്ക് കിടക്കാൻ കട്ടിൽ പോലും നൽകിയിട്ടില്ല. 55 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. തന്നെയുമല്ല 2 പേരെയും വിവിധ അസുഖങ്ങൾ അവരെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും അവരോട് മനുഷ്യത്വപരമായി പെരുമാറാൻ ജയിലിനുള്ളിൽ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ബജറംഗ് പ്രവർത്തകർ ഇവരെ വല്ലാത്ത വിധം ടോർച്ചർ ചെയ്തത്. അതിലവരെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ, 19 വയസ്സുള്ള ട്രൈബൽ യുവാവിനെ വല്ലാതെ തല്ലി, ഈ കുട്ടികളെ തല്ലി, ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: നിങ്ങൾ വിദേശത്തു നിന്ന് വന്നു, എന്നിട്ട് ഞങ്ങളുടെ ചെലവിലൂടെ ജീവിക്കുന്നു, ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഇതാണ് ചോദ്യം. ഈ നെഞ്ചുരുകി വല്ലാതെ വേദനിച്ച് വിതുമ്പിക്കൊണ്ട് ഈ സിസ്റ്റർമാർ ഞങ്ങളോട് ചോദിച്ചൊരു കാര്യം: ഞങ്ങളിപ്പോഴും ഇന്ത്യക്കാരല്ലേ, ഞങ്ങൾ ഇന്ത്യയല്ലേ, അവരുടെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്ത, അവരുടെ ഈ രാജ്യത്തിലെ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ അവരെ ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്ന് അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അവരെ ജയിൽ മോചിതരാക്കണം. ഈ കേസ് എത്രയും പെട്ടെന്ന് റദ്ദാക്കുകയും വേണം. ഞങ്ങൾ MP-യോടൊപ്പം രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം ഇന്നലെ സിസ്റ്റേഴ്സിനെ ജയിലിൽ കാണുവാനായിട്ട് ഉള്ള അനുവാദം നിഷേധിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഞങ്ങളിവിടെ താമസിച്ച് ഇന്ന് വീണ്ടും അവരെ കണ്ടു. ഞങ്ങൾ വളരെ ദീർഘനേരം അവരുമായിട്ട് സംസാരിച്ചു. വളരെ ഹാർട്ട് ടച്ചിങ്, ഇമോഷണലായിട്ടുള്ള സംഭവങ്ങൾ ആക്ച്വലി ഞങ്ങൾക്കൊക്കെ വലിയൊരു വിഷമവും പ്രയാസവും ഞങ്ങൾക്ക് തോന്നി. കാരണം അവരെയൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുന്നത്: നിങ്ങൾ ഇന്ത്യക്കാരാണോ, നിങ്ങൾ വിദേശികളല്ലേ, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ലേ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഒത്തിരി ഉപദ്രവിക്കുകയും വാക്കുകളാലും അതുപോലെ തന്നെ ശാരീരികമായും ഒക്കെ ഉപദ്രവിച്ചെങ്കിലും ഇത് വളരെയധികം അവരെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് വളരെ വ്യക്തമാണ്, ഇത് ആൾക്കൂട്ടം മാത്രമല്ല ഈ അനീതി ചെയ്തിരിക്കുന്നത്, ഭരണകൂടമാണ് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായി ഭരണകൂടം തന്നെ ഇതിനെ തിരുത്തേണ്ടതുണ്ട്, മാപ്പ് പറയേണ്ടതുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ബെയിൽ കൊടുക്കുകയല്ല, പക്ഷേ ബെയിൽ വേണം. അതോടൊപ്പം തന്നെ ഈ കേസ് FIR അത് സ്ക്വാഷ് ചെയ്യണം, അതിനുള്ള നടപടികൾ എടുക്കണം. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്.